നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് ഉപജീവന മാർഗമായി കണ്ട ചിലരുണ്ട്. ഇവരെയൊക്കെ കൊള്ളസംഘങ്ങൾ തന്ത്രപൂർവ്വം അവരുടെ വലയിൽ വീഴ്ത്തിയിട്ടുള്ളതാണ്. ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. തിരുവനന്തപുരം കടയ്ക്കൽ സ്വദേശിനി ഷീജയിൽ നിന്നാണ് ഈ വെളിപ്പെടുത്തൽ വരുന്നത്. ഷീജ ഷാർജയിൽ തയ്യൽക്കടയും ബ്യൂട്ടി പാർലറും നടത്തുകയാണ്. ഭർത്താവില്ലാത്ത ഈ സ്ത്രീ 2 പെൺമക്കളെയും ഇളയ ആൺകുട്ടിയെയും വളർത്തിയത് ഏറെ കഷ്ടപ്പെട്ടാണ്. പക്ഷേ ഈ തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭർത്താവ് നേരത്തെ മറ്റൊരു വിവാഹം കഴിച്ച് മാറിയതോടെയാണ് കഷ്ടപ്പാടുകൾ തുടങ്ങിയതെന്നാണ് ഷീജ വെളിപ്പെടുത്തുന്നത്. 14 വർഷമായി UAE-യിലുള്ള ഇവർ ബിസിനസ് ചെയ്ത് സമാധാനപരമായ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഇതിനിടെ മകൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി. മൂത്ത മകൾക്ക് കൊറിയയിൽ ജോലി ലഭിക്കുകയും ഒരു കൊറിയൻകാരനെ വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മകൾ പാലക്കാട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് പഠിക്കുന്നു. മകൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് UAE-യിൽ ജോലി അന്വേഷിക്കുന്നു. 9 മാസം മുൻപാണ് UAE-യിലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു യുവാവ് അവരെ ഷീജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കാരിയറായി പ്രവർത്തിച്ചിരുന്ന ഈ യുവാവിനെ നാട്ടിലേക്ക് കൊണ്ടുപോയി സ്വർണം മുക്കിയെന്ന് പറഞ്ഞ് സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കാതിരുന്നതിനാൽ പിന്നീട് അത് വിവാദമായി. വയനാട് സ്വദേശിയായ സംഘത്തലവനുമായി ഷീജയ്ക്ക് പിന്നീട് നല്ല സൗഹൃദവുമുണ്ടായി. ഇദ്ദേഹം പറഞ്ഞ പ്രകാരം നാട്ടിലെ വീടും പറമ്പും വിറ്റുകിട്ടിയ 48 ലക്ഷം രൂപയിൽ നിന്ന് 1.38 ലക്ഷം ദിർഹം, അതായത് 28 ലക്ഷത്തിലേറെ രൂപ സ്വർണ്ണക്കടത്ത് ബിസിനസ്സിൽ പങ്കാളിയാകാൻ നൽകുകയുണ്ടായി. പ്രതിദിനം വലിയൊരു സംഖ്യ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. മകളുടെ കല്യാണം വരികയാണെന്നും അപ്പോൾ പണം ഒന്നിച്ചു നൽകിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആ കാലയളവിലെ ലാഭം കൂടി നൽകാമെന്ന് ഉറപ്പ് നൽകി. ആ ഒരു വിശ്വാസം അവർ പിടിച്ചു പറ്റി. പിന്നീട് മകളുടെ കല്യാണമായപ്പോൾ 33,000 ദിർഹം തിരികെ വാങ്ങി. ബാക്കി തുക ലാഭവിഹിതം ചേർത്ത് നാട്ടിൽ കൈമാറാമെന്ന് വിശ്വസിപ്പിച്ചു. പാലക്കാട് പഠിക്കുന്ന രണ്ടാമത്തെ മകളുടെ കല്യാണക്കാര്യം സൗഹൃദ സംഭാഷണത്തിനിടെ സംസാരിച്ചപ്പോൾ കള്ളക്കടത്ത് തലവൻ താൻ അവളെ കെട്ടിക്കൊള്ളാം എന്ന് പറയുകയും അത് തമാശയായി താൻ കരുതിയെന്നും ഷീജ പറയുന്നു. ഇയാൾ നേരത്തെ 3 വിവാഹം കഴിച്ചിട്ടുണ്ടത്രേ. അതിനുശേഷം സ്വർണ്ണക്കടത്തിൻ്റെ ഉള്ളുകളിയൊക്കെ മനസ്സിലാക്കി ഷീജ താൻ സ്വയം കാരിയറായില്ല എങ്കിലും മറ്റ് സ്ത്രീകളെ ഇതിനായി കണ്ടെത്തി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു കാരിയറിനെ സംഘടിപ്പിച്ചു കൊടുത്താൽ 200 ദിർഹമാണ് പ്രതിഫലം. സ്വർണം കുഴമ്പ് രൂപത്തിലാക്കിയാണ് കാരിയർമാർക്ക് നൽകുന്നത്. ഷീജ തന്നെയാണ് ഈ ഒരു രീതി വെളിപ്പെടുത്തുന്നത്. സ്വർണം പൊടിച്ച് കുഴമ്പ് രൂപത്തിലാക്കിയാണ് കേരളത്തിലേക്ക് അയക്കുന്നത് എന്നാണ് ഷീജ പറയുന്നത്. ദിഗറയിലെ ഒരു ജുവലറിയാണ് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ എന്നിവരെ കൂടാതെ പ്രായമുള്ള സ്ത്രീകളെയും കാരിയർമാരായി നിയോഗിക്കുന്നുണ്ട്. UAE-യിലെ ഗ്രോസറി, കഫ്റ്റീരിയ തുടങ്ങിയവിടങ്ങളിൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരെ വലവീശി പിടിക്കാൻ പ്രത്യേക സംഘം തന്നെ ഇവിടെയുണ്ട്. ഇവർക്ക് വിമാന ടിക്കറ്റും 50,000-ഓളം രൂപയുമാണ് പ്രതിഫലമായി നൽകുന്നത്. നാട്ടിൽ വരുന്നവർക്ക് സന്ദർശക വിസയും വിമാന ടിക്കറ്റും പണവും നൽകും. പ്രോട്ടീൻ പൊടി കൂടി ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കുന്ന സ്വർണം കാരിയർമാരിൽ പുരുഷന്മാർക്ക് ഗുളിക രൂപത്തിലും സ്ത്രീകൾക്ക് സാനിറ്ററി പാഡിലും പ്രായമുള്ള സ്ത്രീകൾക്ക് ബ്രേസിയറിനകത്തും കുട്ടികൾക്ക് ഡയഫേഴ്സിലും ഒളിപ്പിച്ചാണ് നൽകുന്നത്. ഗുളിക രൂപത്തിലുള്ള സ്വർണം പുരുഷന്മാരുടെ മലദ്വാരത്തിലടക്കം കൃത്യസ്ഥാനത്ത് വച്ചു കഴിഞ്ഞാൽ വിമാനത്താവളങ്ങളിൽ ഉപയോഗിക്കാവുന്നതുപോലെ ഡിറ്റക്ടർ ഉപയോഗിച്ച് പിടിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തും. തുടർന്ന് ഇവരെ വിമാനത്താവളങ്ങളിൽ കൊണ്ടുപോയി വിടും. നാട്ടിൽ സ്വർണം തിരികെ വാങ്ങാൻ സംഘങ്ങളെത്തും. പാടുകൾ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വർണം മാത്രം വേർതിരിഞ്ഞു വരുന്നതോടുകൂടി ലക്ഷങ്ങൾ കൈക്കലാക്കും. ആരെങ്കിലും സ്വർണം തിരിച്ചേൽപ്പിക്കാതെ മുങ്ങിയാൽ ഇവരെ കണ്ടെത്തി ക്രൂരമായി മർദ്ദിച്ച് ഇതൊക്കെ പിടിച്ചു വാങ്ങാനായി പ്രത്യേക ടീമുകളും ഇവർക്കുണ്ട്. ഇതിനെല്ലാം കാരണം ഒരു വോയിസ് ക്ലിപ്പും ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതുകൊണ്ടാണ്. ഈ അടുത്ത കാലത്തായി ഷീജയുടെയും അതുപോലെ തന്നെ മകളുടെയും ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയായിരുന്നു. സ്ത്രീകളാണ് കൂടുതലായി കാരിയർമാരായി എത്തുന്നത്. അതിനാൽ മാത്രം കേരളത്തിൽ നിന്ന് വരുന്നവർ നിരവധിയാണ്. ഇവർക്ക് 1 മാസത്തോളം ഇവിടെ സുഖിച്ചു കഴിയാനുള്ള സൗകര്യം സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഏർപ്പാടാക്കി നൽകും. സംഘത്തലവൻ ഒരിക്കൽ തൻ്റെ സഹോദരിയെയും മക്കളെയും കൊണ്ടുവന്ന് വൻതോതിൽ സ്വർണം കടത്തിയതായും ഇവർ പറഞ്ഞു. മിക്ക കാരിയർമാർക്കും 1.5 കിലോ സ്വർണ്ണമാണ് കൊണ്ടുപോകാറുള്ളത്. ചിലർ 6 കിലോ സ്വർണം വരെ കൊണ്ടുപോകുന്നുമുണ്ട്. ഫൈസൽ ഫരീദിൻ്റെ പേര് വരെ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു കേട്ടതായും ഷീജ വെളിപ്പെടുത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ് ഈ പറയുന്ന ഫൈസൽ ഫരീദ്. ഈ പേര് താൻ ഒട്ടേറെ തവണ കേട്ടിട്ടുണ്ടെന്നാണ് ഷീജ വെളിപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഒട്ടേറെ അംഗങ്ങളുള്ള വിശാലമായ കള്ളക്കടത്ത് സംഘത്തിലാണ് ഈ യുവതി ഉൾപ്പെട്ടത്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് മലയാളികളാണ് ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നതെന്നും ഇതര സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങൾ വഴിയും കടത്താറുണ്ട് എന്നുമാണ് ഷീജ വെളിപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.